സൈൻ ചെയ്ത ഒരു ബോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് കാണണം എന്ന് ആഗ്രഹിക്കാത്ത ക്രിക്കറ്റ് ഫാൻസ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ജോയിൻ മീ, വാ. ഈ ഒരു ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി വരുന്നത് none other than നമ്മുടെ ലക്കി വിന്നർ മിസ്റ്റർ ജയരാജ് ഫ്രം ആലപ്പുഴ. കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. കൺഗ്രാറ്റുലേഷൻസ് ജയരാജ്. ഞാൻ തന്നെ ആരെങ്കിലും സെറ്റ് ചെയ്ത് 2-3 ലക്ഷത്തിന് കിട്ടിയത്. നമ്മളെല്ലാവരും ആരാധിക്കുന്ന MS ധോണിയെ കാണാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു. ഇത്രയും നാളായിട്ട് എന്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമ്മുടെ 2011 ഒരു വേൾഡ് കപ്പ്. ജയരാജ്, നമ്മുടെ ഒരുപാട് ക്രിക്കറ്റ് ഡൈ ഹാർഡ് ഫാൻസിന്റെ ഒരു ഡ്രീം മൊമെന്റ് ആണ് ഇപ്പൊ ജയരാജിന് വന്നിരിക്കുന്നത് അല്ലെ. നമ്മുടെ സാക്ഷാൽ MS ധോണി സൈൻ ചെയ്ത ബോളാണ് ഇപ്പൊ ജയരാജിന്റെ കയ്യിൽ നിൽക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ നൗ? എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒരിക്കലും അതായത് നമ്മൾ ഇൻസ്റ്റയിൽ ഇഷ്ടംപോലെ ഗിവ് അവേസ് ഒക്കെ കാണുന്നതാണ്. അപ്പൊ നമ്മൾ അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. ഓക്കെ, ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ആളാണോ? ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നതാണ് ഞാൻ. നാട്ടിലൊക്കെ കളിക്കും. പിന്നെ നമ്മള് പത്തനംതിട്ട ഡിവിഷനിൽ കളിച്ചിട്ടുണ്ട്. ഡിവിഷൻ മാച്ചിലൊക്കെ പങ്കെടുത്തതാണ്. വാവ്, അടിപൊളി. സോ ഒരു അപ്കമിംഗ് ക്രിക്കറ്റ് നമുക്ക് ആഗ്രഹമുണ്ട്. ഫാമിലിയും എല്ലാം നല്ല സപ്പോർട്ടീവ് ആണോ ക്രിക്കറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഉണ്ട്. വൈഫ് ഇപ്പൊ ഈയിടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ന്യൂലി മാരീഡ് ആണ്. ശരി. അപ്പൊ വൈഫ് എങ്ങനെയാ? ഭയങ്കര സപ്പോർട്ടീവ് ആണ് ക്രിക്കറ്റ്? സപ്പോർട്ടാണ്. ഞാൻ വൈഫിനെ കൊണ്ടാണ് ഇപ്പൊ ഇതിന് വന്നിരിക്കുന്നത്. അത് ശരി. അങ്ങനെ നമുക്ക് വൈഫിനെ ഒന്ന് വിളിച്ചാലോ? യെസ്. വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ പേര് അർപ്പിത. അർപ്പിത. ഓക്കെ, can we have അർപ്പിത? യെസ്. സോ അർപ്പിതയ്ക്ക് ഇഷ്ടമാണോ ക്രിക്കറ്റ് ഒക്കെ? ഇഷ്ടമാണ്, പക്ഷെ ഒരു ഡൈഹാർഡ് ഫാനൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു സമ്മാനം ഹസ്ബൻഡിന് കിട്ടിയപ്പോ ഇനിയിപ്പോ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങാന്നൊക്കെ അല്ലെ? നല്ലൊരു സപ്പോർട്ടും കൂടെ ആയി. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജയരാജിനും മേ ബി അർപ്പിതയ്ക്കും ഒരുമിച്ച് നമ്മളെല്ലാവരും ആരാധിക്കുന്ന MS ധോണിയെ കാണാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ജയരാജ് എന്തായിരിക്കും ആദ്യം അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടാവുക? കുറച്ചുനേരം എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഭയങ്കരമായിട്ട്. അതായത് എന്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമ്മുടെ 2011 ഒരു വേൾഡ് കപ്പ്, അതായത് നമ്മുടെ ധോണി ഇറങ്ങുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ ഇറങ്ങാനുണ്ടായ ആ സമയത്ത് ഒരു ഇത് ശരിക്കും, എന്നാൽ ആ ഒരു പൊസിഷനിൽ ഇറങ്ങി ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തു. അപ്പൊ അതെനിക്ക് ചോദിക്കണം. അതെന്താണ് അത്രയും പ്രഷർ സിറ്റുവേഷനിൽ അപ്പോഴിറങ്ങി, അതായത് യുവരാജിന് മുമ്പ് ഇറങ്ങി. അതെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാണുമ്പോ എപ്പോഴാണെങ്കിലും ഒന്ന് ചോദിക്കണം. നമുക്ക് ലൈഫിൽ തന്നെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ ആകെ ഡെസ്പാവും. പക്ഷെ ഈ ഒരു രാജ്യത്തിന്റെ കോടി ജനങ്ങളുടെ ഒക്കെ പ്രതീക്ഷകളും ഹോപ്സും ഫെയ്ത്തും ഒക്കെ ഷോൾഡർ ചെയ്തുകൊണ്ട് ധോണി ഇറങ്ങി ആ ഒരു മൊമെന്റ് എന്തായിരുന്നു അപ്പം മനസ്സിലെന്നാണല്ലേ. സോ ഡെഫിനറ്റ്ലി ജയരാജിനും അർപ്പിതയ്ക്കും അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. So once again, congratulations Jayaraj, and congratulations Arpita. Kochi Blue Tigers, the pride of Kochi.